ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾക്കേവർക്കും ഇന്ന് ഈ ബൈബിൾ പഠനത്തിൽ സംബന്ധിക്കുന്ന വളരെ താല്പര്യത്തോടെ എനിക്ക് ഈ ബൈബിൾ ഒന്ന് മനസ്സിലാക്കണം, അതിലുപരിയായി ഈ തിരുവചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിനെ അനുഭവിക്കണം. അങ്ങനെ വളരെ ദാഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തു യേശുവിൽ വീണ്ടും എൻ്റെ എളിയ സ്നേഹവന്ദനം. നാം നാളുകളായി പഠിച്ചു വന്നത് പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. പരിശുദ്ധാത്മാവ് ഒരു വിഷയം എന്നതിലുപരി ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ്, കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് തൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് തൻ്റെ വചനം വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് തൻ്റെ ദൂത് നമ്മുടെ മധ്യത്തിൽ വാരി വിതറുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പ്രപഞ്ചത്തിൽ അല്ല, ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി ഒരു മണവാട്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിന് ഒരു മണവാട്ടിയെ, റിബേക്കയെ എലിയാസാർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ റിബേക്കയെ ആഭരണങ്ങൾ അണിയിച്ച് ഇസ്ഹാക്കിന് വേണ്ടി ഒരുക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയെ പരിശുദ്ധാത്മാവ് ഇന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആഭരണങ്ങൾ അണിയിച്ച്. കർത്താവിന് സ്തോത്രം. പുറമേയുള്ള വസ്ത്രത്തെക്കുറിച്ചോ ആഭരണത്തെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. അത് ആയിക്കൊള്ളട്ടെ, ആഭരണവും വസ്ത്രവും ഒന്നും ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. പക്ഷേ ഓരോ വിശ്വാസിയുടെയും ആന്തരികമായ ആഭരണമാണ് വിശുദ്ധി. ആന്തരികമായ വസ്ത്രമാണ് നീതിയുടെ വസ്ത്രം, രക്ഷാവസ്ത്രം. അങ്ങനെ അനേകം വസ്ത്രങ്ങളെക്കുറിച്ചും തിരുവചനം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണ്. ക്രിസ്തുവിന് മണവാട്ടിയെ ഒരുക്കുന്നു. മണവാട്ടി ആരാണ്? സഭയാണ് മണവാട്ടി. ഏതാണ് സഭ? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് സഭ. കർത്താവിന് സ്തോത്രം. യേശു ക്രിസ്തു കാൽവറിയിൽ തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തൻ്റെ പ്രിയപ്പെട്ട മക്കളെല്ലാവരും ചേർന്നതാണ് സഭ. ഇന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് സഭാ വിഭാഗങ്ങൾ ഈ ക്രൈസ്തവ മണ്ഡലത്തിൽ തന്നെയുണ്ട്. എന്നാൽ കർത്താവ് താൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഓരോ മക്കളെയും എല്ലാവരും ചേർന്ന്, ഓരോ മക്കളും ചേർന്നുള്ള ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, അതാണ് കർത്താവ് കാണുന്നത്. കർത്താവ് അങ്ങനെ കാഴ്ചപ്പാട് തന്നവർക്കും അങ്ങനെ തന്നെ ഉണ്ടാകും. ഇല്ലെങ്കിലോ എൻ്റെ സഭ, എൻ്റെ കൂട്ടായ്മ, എൻ്റെ പ്രവർത്തനം, അങ്ങനെ ഞാൻ കേന്ദ്രീകൃതമായ സെൽഫ് സെൻറ്റേർഡായിട്ടുള്ള സഭകളായി ഇത് ചിഹ്നിച്ചിതറും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? ഒരുത്തൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഒരുത്തൻ അപ്പലോസിൻ്റെ പക്ഷക്കാരൻ, ഒരുത്തൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഒരുത്തൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ. ക്രിസ്തു വിഭാഗിക്കപ്പെട്ടുവോ? പ്രിയപ്പെട്ടവരെ, ഇന്നും നാം നോക്കിയാൽ കാണാം, ഓരോരുത്തർ അവനവൻ്റെ കാര്യം ഇങ്ങനെ നോക്കി നടക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഹൃദയത്തിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്ന് എന്ന് കാണാൻ നമുക്ക് കഴിയണം, സ്നേഹിക്കാൻ കഴിയണം. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്നവർ ഏത് ഡിനോമിനേഷനും ആകട്ടെ, അവരെല്ലാം അത്യുന്നതനായ ദൈവത്തിൻ്റെ വേലക്കാരാണ്. രാജാതിരാജാവിൻ്റെ ഹല്ലേലൂയ പാദസേവകരാണ്. ദൈവത്തിൻ്റെ ദാസന്മാരാണത്. അവരെ എല്ലാം ഒരേ കണ്ണിലൂടെ കാണണം, ഒരേ തട്ടിൽ കാണണം. തട്ടുകൾ പലതില്ല പ്രിയരെ. ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ ഉപദേഷ്ടാക്കന്മാരായും, ചിലരെ ഇടയന്മാരായും അങ്ങനെയൊക്കെ ദൈവം വിളിക്കും. അങ്ങനെയൊക്കെ വിളിക്കും. 5 ഫോൾഡ് മിനിസ്ട്രി ഉണ്ട്. പക്ഷെ എല്ലാം വരുന്ന ഒരേ ആത്മാവിൽ നിന്നാണ്. ആത്മാവ് ഒന്ന്. കർത്താവിന് സ്തോത്രം. ഇതൊരു ദൈവിക കാഴ്ചപ്പാടാണ്. എല്ലാം പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്, എല്ലാം നിയന്ത്രിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, എല്ലാം അടക്കി വാഴുന്ന പിതാവാം ദൈവം, ആ തൃത്വത്തിൻ്റെ കരത്തിന് കീഴിൽ പരിലാളനയിൽ വളരുന്ന സഭ. എന്തൊരു നല്ല കാഴ്ചപ്പാടാണ്. ഈ ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യനെയും വീണ്ടെടുക്കാൻ യേശുവിൻ്റെ രക്തം കൂടിയേ കഴിയൂ. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും
നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ഞാനൊരു പ്രസംഗമായിട്ട് പറഞ്ഞ് ദീർഘിപ്പിക്കുകയല്ല, ഞാനൊരു ആമുഖമായി പറഞ്ഞ് അവസാനിപ്പിച്ച ബൈബിൾ ക്ലാസ്സിലേക്ക് വരികയാണ്. എന്താണ് നാം പറഞ്ഞു വന്നത്? ഇന്ന് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന് വേണ്ടി ഒരു മണവാട്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. മോനെ, നീ മണവാട്ടി സഭയിൽ നീ അംഗമായോ? ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി തീർന്നു. ചിന്തിക്കണം. അതാണ് വലിയ കാഴ്ചപ്പാട്, അതാണ് ക്രിസ്തു പ്രസാദിക്കുന്ന കാഴ്ചപ്പാട്. വരട്ടെ, നമുക്ക് ചിന്താവിഷയത്തിലേക്ക് വരാം. പരിശുദ്ധാത്മാവ് എന്ന വിഷയം നാം അങ്ങനെ ചിന്തിച്ച് പഠിച്ചു വരികയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം മുതലുള്ളതായ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളെ ആസ്പദമാക്കി പരിശുദ്ധാത്മാവ് എവിടെയെല്ലാം പ്രവർത്തിക്കുന്നു ചിന്തിക്കുകയായിരുന്നു. നമ്മൾ തൊട്ട് പഠിക്കുകയാണ്, വലിയ ഡീപ്പ് സ്റ്റഡിയൊന്നുമല്ല. ഡീപ്പ് സ്റ്റഡി ആയിട്ട് എടുക്കണമെങ്കിൽ കാലങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും. സ്തോത്രം. ഇവിടെ പഠിച്ച് നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ ഇബ്താഹിനെ കുറിച്ചും ചില ന്യായാധിപന്മാരെ കുറിച്ചെല്ലാം പറഞ്ഞു നിർത്തി. ഇബ്താഹിൻ്റെ മേൽ ആത്മാവ് വന്നു, വലിയ വിജയം നൽകി. അതെ, പരിശുദ്ധാത്മാവ് വന്നാൽ വലിയ വിജയം കിട്ടും. അഥവാ പരിശുദ്ധാത്മാവ് വരാതെ വിജയമില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പരിശുദ്ധാത്മാവ് വന്നാൽ വലിയ വിജയം കിട്ടും. രണ്ട്, പരിശുദ്ധാത്മാവില്ലെങ്കിൽ വിജയമേ ഇല്ല, പരാജയമായിരിക്കും. കർത്താവിന് സ്തോത്രം. ഇവിടെ ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാമത്തെ 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മറ്റൊരു ന്യായാധിപനായിരുന്ന ഇബ്താഹിൻ്റെ മേൽ ആത്മാവ് വന്നു. അങ്ങനെയാണ് നാം വായിക്കുന്നത്. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഇബ്താഹിൻ്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വന്നു. ഈ ഭൂമിയിൽ വാഴുന്ന ഒരു രാജാവ് ഒരു മനുഷ്യൻ്റെ വീട്ടിൽ വന്നു എന്ന് പറയുന്നതിൽ എത്രയോ ശ്രേഷ്ഠമാണിത്. കർത്താവിനെ സ്തോത്രം. അമേരിക്കൻ പ്രസിഡൻറ്റോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ, അങ്ങനെ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ പ്രധാനമന്ത്രിയോ പ്രസിഡന്റുമാരോ നമ്മുടെ വീട്ടിൽ വന്നു എന്ന് പറയുന്നതിലും കോടാനുകോടി വലിപ്പമാണ് യഹോവയുടെ ആത്മാവ് വന്നു എന്നുള്ളത്. അത്ര പ്രഷ്യസാണ്. പരിശുദ്ധാത്മാവ് ഇബ്താഹിൻ്റെ മേൽ വന്നു. എന്തിന്? നമുക്ക് ചിന്തിക്കാം. എങ്ങനെ വന്നു? എന്തിനു വേണ്ടി വന്നു? ഇബ്താഹ് ആരായിരുന്നു? പരിശുദ്ധാത്മാവ് വരാൻ എന്ത് ചെയ്യണം? പെട്ടെന്ന് നമുക്കൊന്ന് ഇബ്താഹിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് പെട്ടെന്ന് ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ജനം അവർ കുറച്ച് നാൾ ദൈവത്തോടു കൂടെ നടക്കും, പിന്നെ പയ്യെ തണുത്ത് ഒരു സ്റ്റാഗ്നൻസിയിൽ വരും, പിന്നെ പുറകോട്ട് പോകും. ഇത് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ മുഴുവൻ കാണാൻ കഴിയും. ഇവിടെ 10-ാം അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ബാൽവിഗ്രഹങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും അരാമ്യ ദേവന്മാരെയും സീദോന്യ ദേവന്മാരെയും മോവാബ്യ ദേവന്മാരെയും അമ്മോന്യ ദേവന്മാരെയും ഫിലിസ്ത്യ ദേവന്മാരെയും സേവിച്ചു. യഹോവയെ സേവിക്കാതെ അവനെ ഉപേക്ഷിച്ചു. അത് വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിൽ കാണാം. എൻ്റെ പ്രിയരെ, ഇസ്രായേൽ ജനത്തെ കുറ്റം പറയാനല്ല ഞാനത് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കൂ. ഒരു സ്റ്റഡി ക്രിസ്ത്യൻ ലൈഫ്, ഒരു കോൺസ്റ്റൻറ്റ് ക്രിസ്ത്യൻ ലൈഫ് നമുക്കുണ്ടോ? വീണും എഴുന്നേറ്റും താണും തളർന്നും മയങ്ങിയും മങ്ങിയും പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതം അല്ലേ നമുക്കുള്ളത്? ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, നമുക്കത് തിരുത്തണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഗ്രാഫ് എന്നും ഗ്രോത്തിലായിരിക്കണം, അല്ലേ? കമ്പനികളൊക്കെ പറയും നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് ചെറുതാണെങ്കിലും നിങ്ങളുടെ ഗ്രോത്ത് എപ്പോഴും അപ്പായിരിക്കണം, മുകളിലേക്കായിരിക്കണം. കുറച്ചാണെങ്കിൽ അപ്പായിരിക്കണം. ഇന്നലെ കിട്ടിയ അതേ വിജയം തന്നെ ഇന്ന് കിട്ടിയാൽ പോലും അതും പരാജയം പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം സ്റ്റാഗ്നൻസി അതും നല്ലൊരു കാര്യമല്ല. നാം ഓരോരുത്തരും ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് വരണം. പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി നമുക്ക് ലാക്കിലേക്ക് ഓടാം. ഇതുവരെ പരാജയം വന്നോ, ഇതുവരെ വീഴ്ച വന്നോ, സാരമില്ല, ചാടി എഴുന്നേറ്റ് പിശാചിന് എവിടെയെല്ലാം ഇടം കൊടുത്തു എന്ന് കണ്ടെത്തി ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക. മടങ്ങി വന്നാൽ സ്വീകരിക്കുന്ന ഒരു കർത്താവുണ്ട്. മടങ്ങി വന്നാൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന കർത്താവിന് സ്തോത്രം, ഒരു ജീവനുള്ള ദൈവമുണ്ട്. ഇവിടെ ഇസ്രായേൽ മക്കൾ അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. അവൻ അവരെ ഫെലിസ്ത്യരുടെ കയ്യിലും അമ്മോന്യരുടെ കയ്യിലും, അങ്ങനെ ശത്രു സൈന്യത്തിൻ്റെ മേൽ ദൈവമക്കളെ ദൈവം ഏൽപ്പിച്ചു. പിന്നീട് നാം കാണുന്നത് ഇസ്രായേൽ മക്കൾ വലിയ കഷ്ടത്തിലാവുമ്പോൾ അവർ നിലവിളിക്കും. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം മനസ്സലിയുന്നു. കർത്താവിന് സ്തോത്രം. മനസ്സലിവുള്ള ദൈവവും സർവാശ്വാസവും നൽകുന്ന കർത്താവും. ആ മനസ്സലിവുള്ള ദൈവം ഇസ്രായേൽ മക്കളെ എങ്ങനെ രക്ഷിക്കണം അതിനു വേണ്ടി വീണ്ടും ദൈവം ഉത്സാഹിക്കുകയാണ്. അതിനായി ദൈവം തിരഞ്ഞെടുത്തൊരു മനുഷ്യനായിരുന്നു ഇബ്താഹ്. എന്നാൽ ഇബ്താഹിൻ്റെ പാരമ്പര്യം എന്തായിരുന്നു? 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഗിലെയാദ്യനായ ഇബ്താഹ്
പരാക്രമശാലിയായിരുന്നു, പക്ഷേ വേശ്യാപുത്രനായിരുന്നു. ഇബ്താഹിൻ്റെ ജീവിതത്തിൽ, അതിൻ്റെ ചരിത്രത്തിൽ ലജ്ജാകരമായ തലകുമ്പിട്ട് കളയുന്ന ചില അനുഭവങ്ങൾ ഇബ്താഹിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ കാലം നോക്കിയാൽ ഒരിക്കലും തല ഉയരാൻ പറ്റിയ അനുഭവമായിരുന്നില്ല ഇബ്താഹിൻ്റേത്. ഇബ്താഹ് ഒരു വേശ്യാപുത്രനായിരുന്നു. പിന്നീട് എന്താണ്? ഇബ്താഹിൻ്റെ ജനകനോ ഗിലെയാദായിരുന്നു. ഇബ്താഹിന് ഗിലെയാദിൻ്റെ ഭാര്യ അവന് പുത്രന്മാരെ പ്രസവിച്ചു. അവൻ്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇബ്താഹിനോട്, നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു. ഗിലെയാദ് ഇബ്താഹിൻ്റെ അപ്പനായിരുന്നു. എന്നാൽ ഗിലെയാദിലൂടെ ഒരു വേശ്യാസ്ത്രീയിലൂടെ ജനിച്ചവനാണ് ഇബ്താഹ്. എന്നാൽ സ്വന്തം ഭാര്യയിൽ നിന്ന് ജനിച്ച അനേകം മക്കളുണ്ടായിരുന്നു. ആ മക്കൾ വളർന്നപ്പോൾ പറഞ്ഞു, ഇബ്താഹിനെ പുറത്ത് കളഞ്ഞിട്ട് പറഞ്ഞു, നിനക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ സ്ഥാനമില്ല. വേശ്യയുടെ മകൻ എന്ന അപമാനവും സ്വന്തം കുടുംബത്തിൽ നിന്നും അവനുള്ള അവകാശം കിട്ടാതെയും വെറും കൈയായി ഇറക്കി വിടപ്പെട്ടവനായിരുന്നു. എല്ലാവരാലും തള്ളപ്പെട്ടവനായിരുന്നു. എന്നാൽ വീണ്ടും നാം കാണുന്നത്, അങ്ങനെ ഇബ്താഹ് തൻ്റെ സഹോദരന്മാരെ വിട്ട് തോബ് ദേശത്ത് നിന്ന് പാർത്തു. നിസ്സാരന്മാരായ ചിലർ ഇബ്താഹിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു. കുറേ നിസ്സാരന്മാർ, സമൂഹത്തിൽ വലിയ മാന്യതയോ വലിയ നിലവാരമോ വലിയ ബന്ധങ്ങളോ ഒന്നുമില്ലാത്ത നിസ്സാരന്മാരായിരുന്നു ഇബ്താഹിൻ്റെ കൂട്ടുകാർ. പ്രധാനമായും 3 കാര്യങ്ങൾ. 1, വേശ്യയുടെ പുത്രനായിരുന്നു. 2, സഹോദരന്മാർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. 3, അവന് അവകാശമൊന്നും കിട്ടിയില്ല, അപ്പൻ്റെ അവകാശം കിട്ടിയില്ല. 4, നിസ്സാരന്മാരുമായിട്ട് കൂട്ടുകൂടി നടന്ന ഒരു നിസ്സാര മനുഷ്യൻ. പക്ഷേ അവൻ പരാക്രമശാലിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാഹചര്യത്തിലേക്ക് നോക്കി നാം തളരരുത്. നമ്മുടെ ഹിസ്റ്ററി, ചരിത്രത്തിലേക്ക് നോക്കി നാം തളരരുത്. നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിലേക്ക് നോക്കി നാം നിരാശപ്പെടരുത്. നാം പരാക്രമത്തോടെ മുന്നോട്ട് വന്നാൽ മകനെ നിന്നിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവിന് കഴിയും. നിൻ്റെ കഴിഞ്ഞ കാലങ്ങൾ നോക്കി, നിൻ്റെ പിൻ തലമുറകളെ നോക്കി, നിൻ്റെ മുൻ തലമുറകളെ നോക്കി, നിൻ്റെ കുടുംബ പാരമ്പര്യം നോക്കി, കുടുംബ പശ്ചാത്തലം നോക്കി മകനെ നീ നിരാശപ്പെടേണ്ട. നിനക്കും ഒരു നല്ല ഭാവി കർത്താവ് കരുതിയിട്ടുണ്ട്. ഇബ്താഹ് അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോഴാണ് 4-ാമത്തെ വാക്യം, കുറേ കാലം കഴിഞ്ഞിട്ട് അമ്മോന്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയത്? അമ്മോന്യർ ഇസ്രായേൽ തമ്മിൽ യുദ്ധമൊക്കെ പലപ്പോഴും ഉണ്ട്. പക്ഷേ ഇബ്താഹ് നിസ്സാരന്മാരോടുകൂടി കഴിയുമ്പോഴാണ് ആ യുദ്ധം ഉണ്ടായത്. ആ യുദ്ധവും ഇബ്താഹിൻ്റെ ജീവിതവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ആ ബന്ധം വരാൻ സാധ്യയില്ലെങ്കിലും ദൈവം അങ്ങനെ ഒരു ബന്ധത്തിന് വേണ്ടി ആ യുദ്ധം അനുവദിച്ചു എന്ന് പറയാം. നിങ്ങൾക്കറിയാമോ, ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം എന്തും ചെയ്യും. യേശു എന്തും ചെയ്തിടുമേ എന്നൊരു പാട്ടുണ്ട്. യേശു എന്തും ചെയ്തിടുമേ, യേശു അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, യേശു അത്ഭുതവാനാണ്. അങ്ങനൊരു പാട്ടുണ്ട്. ഒരു പാവപ്പെട്ട ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ദൈവം മുന്നിട്ടിറങ്ങും. അതാണ് ഒരു ദൈവവേദൻ്റെ വില. ഈ ഭൂമിയിലെ മനുഷ്യർക്ക് പലർക്കും വിലയില്ല, പക്ഷേ ഒരു ദൈവവേദൻ്റെ വില അതാണ്. 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കുറേ കാലം കഴിഞ്ഞിട്ട് അമ്മോന്യർ ഇസ്രായേൽ യുദ്ധം ചെയ്തു. അമ്മോന്യർ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങിയപ്പോൾ ഗിലെയാദിലെ മൂപ്പന്മാർ ഇബ്താഹിനെ തോബ് ദേശത്ത് കൊണ്ടുവരുവാൻ ചെന്നു. എല്ലാവരാലും തള്ളപ്പെട്ടവനെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന ദൈവിക പദ്ധതി വെളിപ്പെടുകയാണ്. നിങ്ങളെല്ലാവരാലും തള്ളപ്പെട്ടവനാണോ? കുടുംബത്തിൽ, ജോലിസ്ഥലത്ത്, എന്തിന് ആത്മീക കൂട്ടായ്മയിൽ പോലും. മകനെ, നിൻ്റെ മേലൊരു വിളിയുണ്ട്. പക്ഷേ ആ വിളി തിരിച്ചറിയാതെ, നിൻ്റെ കൂട്ടായ്മയിൽ പോലും നിനക്ക് മാന്യതയില്ലാതെ, നിൻ്റെ സഭയിൽ പോലും നിനക്ക് വിലയില്ലാതെ, നീ എല്ലാവരാലും പരിത്യജിക്കപ്പെട്ടവനായി ഏകാന്തതയിൽ കഴിയുകയാണോ? നിന്നെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ പ്രവർത്തിക്കുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. വേശ്യാപുത്രനായിരുന്നു, അവകാശം കിട്ടിയില്ല, എല്ലാവരും തള്ളിക്കളഞ്ഞു. നിസ്സാരന്മാരായ ചില കൂട്ടുകാർ മാത്രം. അഭിമാനിക്കാൻ ഒന്നുമില്ലാത്ത ഇബ്താഹിനെ അഭിമാനിക്കാൻ നിത്യനായ ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ യുദ്ധം തുടങ്ങിയപ്പോൾ ഗിലെയാദിലെ മൂപ്പന്മാർ ഇബ്താഹിനെ തോബ് ദേശത്ത് കൊണ്ടുവരാൻ ചെന്നു. അവർ ഇബ്താഹിനോട്, അമ്മോനോട് യുദ്ധം ചെയ്യണമെന്ന്, നീ വന്ന് ഞങ്ങളുടെ സേനാപതിയായിരിക്കുക എന്ന് പറഞ്ഞു. പരാക്രമമുള്ളവനെ തെരഞ്ഞു വരുന്ന ജീവള ദൈവം. പരാക്രമമുള്ളവനെ. ആത്മീക ജീവിതത്തിൽ നമുക്ക് തീഷ്ണതയുണ്ടെങ്കിൽ, പരാക്രമമുണ്ടെങ്കിൽ, നമുക്ക് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് ദൈവസ്നേഹത്താൽ നാം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മെ തേടി ആളുകൾ വരും. ഇന്നല്ലെങ്കിൽ നാളെ വരും. ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ കൂടെ അധികം ആളുകൾ കാണുകയില്ല. സാരമില്ല. ഇതൊരു ഒരുക്കത്തിൻ്റെ സമയമാണ്. ഇതൊരു പ്രിപ്പറേഷൻ ടൈമാണ്. ഈ പ്രിപ്പറേഷൻ കഴിയുമ്പോൾ ആളുകൾ ഒഴുകി വരും. ആട്ടിൻകൂട്ടം കൂട്ടത്തോടെ വരും. ഹല്ലേലൂയ. ഇത് ഒരു പ്രവചനദൂതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കാം. മകനെ, ഇന്ന് നിൻ്റെ കൂടെ അധികം ആളുകളില്ല. ദിസ് ഈസ് ദ പ്രിപ്പറേഷൻ ടൈം ഫോർ യു ആൻഡ് യുവർ ചർച്ച്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട.
ഞങ്ങളുടെ കൂട്ടത്തിൽ പറയാറുണ്ട്, ആത്മാർത്ഥമായിട്ട് പറയുന്നു, ആളുകൾ ധാരാളം വന്ന് രക്ഷിക്കപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. പക്ഷേ ആളുകൾ കുറയുമ്പോൾ എൻ്റെ മനസ്സ് പാടാറില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില വലുതാണ്. ഞാൻ പറയാറുണ്ട്, ഒരാൾ വന്നാൽ അവസാനത്തെ ആൾ വരുന്നവരെ ഞാൻ പ്രസംഗിക്കും, വചനം പറയും, ആളോടും വചനം പറയും, ദൂതും പറയും. സ്തോത്രം. എന്നാൽ അവസാനത്തെ ആളും വരാതാകുമ്പോഴോ മാറിയിരുന്ന് കർത്താവിന് മതി പറഞ്ഞ് ആരാധിക്കും. പിന്നോട്ട് പോവുകയില്ല, തളർന്ന് നിരാശപ്പെട്ടു പോവുകയില്ല, ആളില്ലല്ലോ എന്ന് വിചാരിച്ച് തലവും വിട്ടു പോകുന്നുമില്ല. കർത്താവിന് സ്തോത്രം. എനിക്കറിയാം, ആ വിശുദ്ധ ആരാധന മുഴങ്ങുമ്പോൾ ആത്മാക്കൾ ഒഴുകി വരും. കർത്താവിന് സ്തോത്രം. ഇവിടെ ഇബ്താഹിൻ്റെ അടുക്കിലേക്ക് തോപദേശത്ത് നിന്ന് ആളുകൾ ചെന്നു. കർത്താവിന് സ്തോത്രം. തോപദേശത്തേക്ക് ചെന്നു ആളുകൾ ചെന്നു. ഗിലെയാദിലെ മൂപ്പന്മാരായി ചെന്നു, സാധാരണക്കാരല്ലേ എന്ന്. അവൻ്റെ കൂട്ടുകാരൻ നിസ്സാരരായിരുന്നുവെങ്കിലും അവനെ അന്വേഷിച്ചെന്നത് നേതാക്കന്മാരായിരുന്നു. മനസ്സിലായോ? മോനെ, നിൻ്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. ഇന്ന് നിൻ്റെ കൂടെ നടക്കുന്ന നിസ്സാരരാണ്, പാവപ്പെട്ടവരാണ്, ഒരു കൂട്ടം പാവപ്പെട്ട ദൈവനമാണ്. പക്ഷേ ഗിലെയാദിലെ മൂപ്പന്മാർ നിനക്ക് വില തരാൻ പോകുന്നു. അത് തരുന്നത് അവരല്ല, ദൈവമാണ് തരാൻ പോകുന്നത്. കാരണം നിന്നിൽ തൻ്റെ ആത്മാവിനെ പകരാൻ ദൈവം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഗിലെയാദിലെ മൂപ്പന്മാരോട് ഇബ്താഹ് പറയുകയാണ്, 8-ാം വാക്യം, നീ ഞങ്ങളോടുകൂടെ വന്ന് അമ്മോനോട് യുദ്ധം ചെയ്യുകയും ഗിലെയാദിലെ സകല നിവാസികളെയും തലവനായിരിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾ ഇപ്പോൾ നിൻ്റെ അടുക്കൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നീ തലവനാകണം, നീ അങ്ങനെ തള്ളപ്പെടേണ്ടവനല്ല, നീ തലവനായി നിൽക്കണമെന്ന്. എന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി? ഇന്നത്തെ സ്ഥിതി മാറുമെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. ഇന്നത്തെ സ്ഥിതി മാറി എബൌട്ട് ടേൺ തിരിയും. ഇന്ന് മോനെ, നിൻ്റെ ആത്മീയ സ്ഥിതി, നിൻ്റെ ശാരീരിക സ്ഥിതി, നിൻ്റെ ഫിനാൻഷ്യൽ സ്ഥിതി, നിൻ്റെ വീടിൻ്റെ സ്ഥിതി എല്ലാം കർത്താവ് മാറ്റിത്തരും. സ്തോത്രം. അമ്മോനോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് യഹോവ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ, എൻ്റെ പരാക്രമം കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ അല്ല, ദൈവം അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ അങ്ങനെ ചെയ്യും, ദൈവം ചെയ്യും. നിങ്ങളെന്നെ തലവനാക്കുമോ എന്ന് ചോദിച്ചു. എന്തിനാണത്? തലവനാകുന്നത് എന്തിനാ? ദൈവനാമോത്വത്തിന്. ഒന്നുമില്ലാത്തവരെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമുണ്ടെന്ന് പറയാൻ, തള്ളിക്കളഞ്ഞവനെ വീണ്ടും കൊള്ളുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയുവാൻ, നിസ്സാരിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇബ്താഹ് അവരോട് ചോദിച്ചത്, നിങ്ങളെന്നെ തലവനാക്കുമോ? സ്തോത്രം. അവർ പറഞ്ഞു സമ്മതിച്ചു. 11-ാമത്തെ വാക്യം മനോഹരമാണ്. ഇബ്താഹ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. പരിശുദ്ധാത്മാവ് ഒരുവനുമേൽ വരണമെങ്കിൽ ഇബ്താഹിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെയുള്ളതായ ചില ആത്മീയ അനുഭവങ്ങൾ വരണം. ഇബ്താഹ് ദൈവത്തിന് മഹത്വം കിട്ടാൻ പാകത്തിന് പറഞ്ഞു, യഹോവ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ, എൻ്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ കയ്യാൽ. മാത്രമല്ല, ഇബ്താഹ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യം എല്ലാം പറഞ്ഞു. മുഴുവൻ കാര്യങ്ങൾ, വലുതും ചെറുതും ഗൗരവമുള്ളതും നിസ്സാരവുമായ കാര്യങ്ങൾ മുഴുവൻ ദൈവത്തോട് പറഞ്ഞു. ഇബ്താഹിൻ്റെ ഒരു സ്വഭാവം നല്ലതാണ്, നാം അനുകരിക്കാൻ കൊള്ളാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും കർത്താവിനോട് പറയണം. സ്വന്തം ഭാര്യയോടോ, സ്വന്തം ഭർത്താവിനോടോ, സ്വന്തം മാതാപിതാക്കളോടോ, സഹോദരങ്ങളോടോ, കൂട്ടായ്മയിലുള്ളവരോടോ, സ്വന്തം പാസ്റ്ററോടോ പോലും പറയാൻ കഴിയാത്തത് യേശുവിനോട് പറഞ്ഞുകൊള്ളണം. യേശുവിനോട് പറയാത്തതായിട്ട് ഒന്നും കാണരുത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് യേശുവിനോട് പറയാത്ത ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ, വീഴ്ചകൾ, താഴ്ചകൾ, കുറവുകൾ, കുറ്റങ്ങൾ, ബാല്യകാലം മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ വന്നതെല്ലാം ഞാൻ യേശുവിനോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം എൻ്റെ യേശുവിനറിയാം. യേശുവിനറിയാത്ത ഒരു കാര്യം പോലും എൻ്റെ ജീവിതത്തിലില്ല. ഞാൻ യേശുവിനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ബലഹീനത വന്നാൽ ഞാൻ യേശുവിനോട് പറയാറുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ ഞാൻ യേശുവിനോട് പറയാറുണ്ട്. ഇന്നും ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച്, ഞാനൊരു പ്രിയ സഹോദരൻ കൂടി പ്രാർത്ഥിച്ചു. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവിൻ്റെ കൃപ വേണം. എല്ലാം കർത്താവിനോട് പറയുന്നു. സ്തോത്രം. അതൊരു നല്ല അനുഭവമാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ് യേശുവിനോട് പറയണം. വിവാഹത്തിന് പോകുന്നതിന് മുമ്പ് യേശുവിനോട് പറയണം. ഒരു വീട് വയ്ക്കാൻ പോകുന്നതിന് മുമ്പ് യേശുവിനോട് പറയണം. ഒരു പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് യേശുവിനോട് പറയണം. കുഞ്ഞുങ്ങളെ, കുട്ടികളെ, വിദ്യാർത്ഥികളെ, നിങ്ങൾ യേശുവിനോട് പറഞ്ഞിട്ട് വേണം പോകാൻ. യേശുവിനോട് ആലോചിച്ചിട്ട് വേണം എല്ലാം ചെയ്യുവാൻ. യേശു നിങ്ങൾക്ക് നന്മയെ തരൂ. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. അങ്ങനെ യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. ഇബ്താഹിന് ധൈര്യമായി, ബലമായി. ദൈവത്തോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ദൈവം എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ഇബ്താഹ് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ പ്രധാനമായിട്ട് പറയാനുള്ള 29-ാമത്തെ വാക്യം, അപ്പോൾ യഹോവയുടെ ആത്മാവ് ഇബ്താഹിൻ്റെ മേൽ വന്നു. അവൻ ഗിലെയാദിലെ മനുഷ്യരിൽ കൂടി കിടന്ന് ഗിലെയാദിലെ മിസ്പയിലെത്തി.
ഗിലെയാദിലെ മിസ്പയിൽ നിന്ന് അമ്മോന്യരുടെ നേരെ ചെന്നു. അമ്മോന്യരുടെ നേരെ ചെല്ലുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് വന്നു. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ആത്മാവ് വന്നു. അതേ പ്രിയരെ, യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ആത്മാവിനെ പ്രാപിച്ചു കൊള്ളണം. ഇല്ലാതെ യുദ്ധത്തിന് പോയാൽ പരാജയപ്പെടും. അതേ, ദൈവിക ശുശ്രൂഷ ഒരു യുദ്ധമാണ്, യുദ്ധക്കളരിയാണ്. യുദ്ധസ്ഥലം മനുഷ്യ ഹൃദയമാണ്. യുദ്ധം പിശാചിനോടുള്ള പോരാട്ടമാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൽ ലോകാധിപതികളോടുമാണ്. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളണം. പരിശുദ്ധാത്മാവിൻ്റെ ആയുധങ്ങൾ ധരിക്കണം. കർത്താവിൻ്റെ സ്തോത്രം. ഇബ്താഹിൻ്റെ മേൽ ആത്മാവ് വന്നു. ഇബ്താഹ് മറ്റൊരു വ്യക്തിയായി തീർന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവവേദലേ, നിൻ്റെ മേൽ ആത്മാവ് വരുമ്പോൾ നീ വേറൊരു വ്യക്തിയാകും. നീ ഇന്ന് നിസ്സാരനെ പോലെ നിൽക്കുന്നുവെങ്കിലും നിന്നിലൂടെ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ആത്മാവ് വരണം, പരിശുദ്ധാത്മാവ് വരണം. നമുക്കതിനു വേണ്ടി കൊതിക്കാം, നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം, നമുക്ക് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കാം. നമുക്കതിനു വേണ്ടി നമ്മെ തന്നെ ഒരുക്കാം, വിശുദ്ധീകരിക്കാം. സ്തോത്രം. എന്താണ് സംഭവിച്ചത്? കർത്താവിന് സ്തോത്രം. 32-ാമത്തെ വാക്യം. ഇങ്ങനെ ഇബ്താഹ് അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ അവരുടെ നേരെ ചെന്നു. യഹോവ അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. സ്തോത്രം. ആത്മാവുള്ളവൻ്റെ കയ്യിൽ ശത്രുവിൻ്റെ നിയന്ത്രണം ഏൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ശത്രു കയറി തൊടാൻ ആത്മാവുള്ളവൻ്റെ അടുക്കൽ, ദൈവാത്മാവിൻ്റെ നിറവുള്ളവൻ്റെ അടുക്കൽ പറ്റുകയില്ല. അവൻ്റെ പരിസരത്ത് ശത്രു കയറി വരികയില്ല. കർത്താവിന് സ്തോത്രം. ദൈവം അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അവർക്ക് അരോവേർ മുതൽ മിന്നിത്ത് വരെയും ആബേൽ കെരാമീം വരെയുള്ള ഒരു മഹാസംഹാരം വരുത്തി 20 പട്ടണം പിടിച്ചടക്കി. ആര്? ഒരു പട്ടണത്തിൽ നിന്ന് ഓടിച്ചു വിടപ്പെട്ടവനായിരുന്ന, അപ്പൻ്റെ ഭവനത്തിൽ അവകാശമില്ലായിരുന്ന, വേശ്യയുടെ മകനായിരുന്ന ഇബ്താഹ്. സഹോദരന്മാരെ അവകാശം കിട്ടിയില്ല. നിസ്സാരന്മാരായ കൂട്ടുകാർ മാത്രം ഉണ്ടായിരുന്ന ഇബ്താഹിൻ്റെ മേൽ അവന് കിട്ടിയ ഏറ്റവും വലിയ ക്വാളിറ്റി, അവൻ്റെ മേൽ ആത്മാവ് വന്നു. മകനെ, നിനക്ക് പണമില്ലെങ്കിലും, നിനക്ക് വീടില്ലെങ്കിലും, നിനക്ക് ഭൂമിയിൽ വലിയ സ്വത്തില്ലെങ്കിലും, വലിയ വില കൂടിയ കാറില്ലെങ്കിലും നീ നിരാശപ്പെടേണ്ട. നിൻ്റെ മേൽ ആത്മാവുണ്ടെങ്കിൽ നീ ആർത്ത് സന്തോഷിച്ചോ. നീ വലിയ സമ്പന്നനാണ്. ഹല്ലേലൂയ. വലിയ കോടീശ്വരന്മാരെക്കാൾ വലിയവനാണ് നീ ദൈവസന്നിധിയിൽ. ഒരിക്കലും മനസ്സ് വാടരുത്, മുഖം വാടരുത്. കർത്താവിന് സ്തോത്രം. ഈ ഭൂമിയിൽ ആരും നിന്നെ ഒത്താശ ചെയ്യുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവ് നിൻ്റെ മേലുണ്ടോ, നീ ആർത്ത് സന്തോഷിച്ചു കൊള്ളുക, നീ ആർത്ത് ആനന്ദിച്ചു കൊള്ളുക. അതാണ് വിലയുള്ളത്. ഈ ഭൂമിയിലെ സ്വത്തും സമ്പത്തും വീടും ധനവും പുരയുടെ ഒക്കെ പോകും. എന്നാൽ പോകാത്തത് പരിശുദ്ധാത്മാവ്, വിലയുള്ളത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് ഇബ്താഹിൻ്റെ മേൽ വന്നപ്പോൾ ഇബ്താഹിന് ഒരു സമർപ്പണം ഉണ്ടായിരുന്നു, മറക്കാൻ പറ്റുകയില്ല. ഇബ്താഹ് പറഞ്ഞു, ഇബ്താഹ് യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു പറഞ്ഞത്, നീ അമ്മോനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമ്മോനെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുവാതിക്കൽ നിന്ന് എതിരേൽക്കുന്നത് എന്തായാലും യഹോവയ്ക്കുള്ളതാകും, അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കുമെന്ന് പറഞ്ഞു. ഇബ്താഹിൻ്റെ ഡെഡിക്കേഷൻ. വിജയത്തിന് ഡെഡിക്കേഷൻ ആവശ്യമാണ്. ഞാൻ ഹോമയാഗം അർപ്പിക്കും. നിങ്ങൾക്കറിയാമോ, ഇബ്താഹ് വില കൊടുത്തു. ഇബ്താഹ് അമ്മൂരെ ജയിച്ചു വന്നപ്പോൾ തൻ്റെ ഏകമകൾ, ഇബ്താഹിൻ്റെ ഉള്ളിലൂടെ ഒരു വാള് കടന്നുപോയി. ഏകമകൾ. പക്ഷേ ഇബ്താഹ് പറഞ്ഞു, യഹോവയോട് ഞാൻ പറഞ്ഞു പോയി, എനിക്ക് പിന്മാറിക്കൂടാ. ഈ സമർപ്പണമുള്ളവൻ്റെ മേൽ ആത്മാവ് വന്നിരിക്കും. എൻ്റെ പ്രിയരെ, പുറമേയുള്ള സമർപ്പണമല്ല, ഉള്ളിൽ എൻ്റെ നാഥന് വേണ്ടി ഈ ഭൂമിയിൽ ഞാൻ നിൽക്കും. ആരെല്ലാം കുറ്റപ്പെടുത്തിയാലും നിന്ദിച്ചാലും പഴിച്ചാലും, ആരെല്ലാം എന്നെ പരിഗണിച്ചില്ലെങ്കിലും ഞാൻ യേശുവിന് വേണ്ടി നിൽക്കും. കൂടെയുള്ളവർ തള്ളിപ്പറഞ്ഞാലും, കൂടെയുള്ളവർ കുറ്റം പറഞ്ഞാലും, കൂടെയുള്ളവർ ഏതെല്ലാം അപവാദം പറഞ്ഞാലും ഞാൻ യേശുവിന് വേണ്ടി നിൽക്കും. എൻ്റെ പ്രിയവനക്കാരെ, നിങ്ങളോട് ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നു, മോനെ, നിനക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കാമോ? ഞാൻ യഹോവയോട് പറഞ്ഞു പോയി, എനിക്ക് പിന്മാറിക്കൂടാ. ഞാൻ എൻ്റെ ദൈവത്തോടാണ് വാക്ക് പറഞ്ഞത്, മനുഷ്യരോടല്ല, കൂട്ടായ്മയോടല്ല, ഒരു സഭയോടല്ല, ഏതെങ്കിലും ഒരു കർത്തൃദാസനോടല്ല, ഒരു പ്രവാചകനോടല്ല. ഞാൻ ദൈവത്തോടാണ് വാക്ക് പറഞ്ഞത്. ഞാൻ പിന്മാറുകയില്ല. ആ സമർപ്പണം ജീവിതത്തിൽ ആഴത്തിൽ ഉണ്ടാകുമെന്ന് ദൈവം അറിഞ്ഞു. അവൻ അഡ്വാൻസായി ആത്മാവിനെ കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമർപ്പണം അത് ദൈവം മാനിക്കും. നമുക്കൊരു സമർപ്പണം ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് അത് പരിഗണിച്ചിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് ജീവനുള്ള ക്രിസ്തുവിന് ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ, ദൈവ വേലയ്ക്ക് ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ, ദൈവിക ശുശ്രൂഷയ്ക്ക് ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ നാമഹത്വത്തിന് വേണ്ടി നിങ്ങൾക്കൊരു സമർപ്പണമുള്ള ജീവിതമുണ്ടെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ മകനെ നിന്നെ ഉയർത്തും.
ശുശ്രൂഷയുടെ മധ്യത്തിൽ ദൈവം നിന്നെ ഉയർത്തും. ഭൗതികമായി നിന്നെ ദൈവം ഉയർത്തും, ആത്മീയമായി നിന്നെ ഉയർത്തും. നിന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. ഇതൊരു വാഗ്ദത്തമായി കർത്താവ് തരുന്ന ദൂതാണത്, എൻ്റെ അനുഭവമാണത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. ഇബ്താഹിന് വലിയൊരു ജയം കൊടുത്തു. ഇബ്താഹിൻ്റെ മേൽ ആത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് ആരാലും വെറുക്കപ്പെട്ടവൻ്റെ മേലും വരും കേട്ടോ. നിങ്ങളെല്ലാവരാലും വെറുക്കപ്പെട്ടവരാണോ? ഒറ്റപ്പെടുത്തപ്പെട്ടവരാണോ? ശുശ്രൂഷയൊന്നുമില്ലാതെ ഇങ്ങനെ നടക്കുകയാണോ? മാന്യ ദൈവദാസനെ, നിനക്ക് ശുശ്രൂഷയുടെ വിളിയുണ്ടെങ്കിലും ശുശ്രൂഷയില്ല. ആരും നിന്നെ അടുപ്പിക്കുന്നില്ല, ആരും ചേർത്ത് പിടിക്കുന്നില്ല, ആരും ഒത്താശ തരുന്നില്ല, ആരും കൈത്താങ്ങൽ തരുന്നില്ല. നിൻ്റെ ശുശ്രൂഷയൊന്ന് പൊക്കിക്കൊണ്ടുവരാൻ ആരും അങ്ങനെ നിനക്ക് കൈത്താങ്ങൽ തരുന്നില്ലെങ്കിലും ഉറച്ചു നിന്നുകൊള്ളൂ. എല്ലാവരും തള്ളിയാലും തള്ളാത്തൊരു ദൈവമുണ്ട്. എല്ലാവരും തള്ളിയാലും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരും ഒഴിവാക്കിയാലും നിറച്ചു തരുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്നാൽ നീ വിലയുള്ളവനായിത്തീരും. മറ്റുള്ളവർ നിന്നെ വിലയുള്ളവരായി കാണും. എൻ്റെ പ്രിയ ഇബ്താഹിൻ്റെ സന്ദേശം അതാണ്. ഇബ്താഹ് ജയമുള്ളവനായി. ജയിച്ചപ്പോഴും അവൻ ദൈവത്തെ മറന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ മറക്കരുത്. വലിയ ജയം കിട്ടിയപ്പോഴും ദൈവത്തെ മറന്നില്ല. അങ്ങനെ ഇബ്താഹ് വേദപുസ്തകത്തിൻ്റെ താളുകളിൽ ഒരു രജതതാരം പോലെ നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും ആ ഇബ്താഹിനെ പോലെ കർത്താവിനോട് ചേർന്ന് നിൽക്കാം, സമർപ്പണത്തോടെ നിൽക്കാം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ജയവീരന്മാരായി ജയമെടുത്തുകൊണ്ട് നമുക്ക് നിൽക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവെന്ന ഈ വിഷയത്തിൻ്റെ 10ാമത്തെ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ ദൈവനാമമഹത്വത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.